ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, കമ്പ്യൂട്ടറിലെ ജാവ പ്രോഗ്രാം ഉപയോഗിക്കുമ്പോഴും ജീസസ് അവന് ജീവനായിരുന്നു. കമ്പ്യൂട്ടറിലെ C++ പ്രോഗ്രാം ഉപയോഗിച്ചപ്പോൾ ഒരുപക്ഷെ അവന് C എന്നത് ക്രിസ്തുവും പ്ലസ് എന്നത് അധികമായി അവനെ സ്നേഹിക്കാനുള്ള ആഗ്രഹവുമായിരുന്നു. ഗെയിമർ സെയിന്റ് എന്നുകൂടി അറിയപ്പെടുന്നു ഇദ്ദേഹം. 15 വർഷക്കാലം മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. നവമാധ്യമ സുവിശേഷ രംഗത്തിന്റെ ഉത്തമ മാതൃക. കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിരുന്നു. തന്റെ ജീവിതത്തിലൂടെ ദിവ്യകാരുണ്യ ഭക്തി ഇന്റർനെറ്റ് യുഗത്തിലൂടെ ലോകത്തെ അറിയിക്കുക. ദിവ്യകാരുണ്യ ഭക്തി ലോകത്തിൽ പ്രചരിപ്പിച്ച വിശുദ്ധൻ. പരിശുദ്ധ മറിയത്തിന്റെ വിവിധങ്ങളായ പ്രത്യക്ഷപ്പെടലുകൾ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്ത വിശുദ്ധൻ. അതെ, കാർലോ അക്വിറ്റസ്. സങ്കീർത്തനങ്ങൾ 119:9. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. 1991 മെയ് 3 മുതൽ 2006 ഒക്ടോബർ 12 വരെ വെറും 15 വർഷങ്ങൾ. വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിൽ നിന്ന് വിശുദ്ധരുടെ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ വെറും 5 വർഷങ്ങൾ. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി ആധുനിക മാധ്യമ സാങ്കേതികതകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു വ്യക്തി. വളരെ ഹ്രസ്വമായ ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹം ഹൃദയത്തിൽ നിറച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ മാധ്യമങ്ങളിലൂടെ ലോകത്തിന് നൽകി വിശുദ്ധ കാർലോ അക്വിറ്റസ്. കാർലോ അക്വിറ്റസ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് 2020 ഒക്ടോബർ 10 ആയിരുന്നു. മാതാപിതാക്കളുടെ വിശ്വാസം സ്വീകരിച്ച് വളരുന്ന മക്കൾ എന്നത് സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ കാർലോ അക്വിറ്റസ് എന്ന യുവാവിൻ്റെ ദിവ്യകാരുണ്യ സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും മാതാപിതാക്കളെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നത് തികച്ചും വ്യത്യസ്തമാണ്. 2025 സെപ്റ്റംബർ 7 ലയോ 14 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ വിശുദ്ധ കാർലോ അക്വിറ്റസായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ഏവർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വലിയ പ്രചോദനമാണ് ഇത്. അമ്മേ, ഭയപ്പെടരുത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചതിലൂടെ മരണമെന്നത് ജീവിതത്തിലേക്കുള്ളൊരു പാതയാണ്. അതിനാൽ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ആവശ്യമില്ല. നിത്യാനന്ദത്തിൽ അത്ഭുതാവഹമായ കാര്യങ്ങൾ നേടുന്നതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കാർലോ അക്വിറ്റസ് മരണക്കിടക്കയിൽ കിടന്ന് അവൻ്റെ അമ്മയോട് പറഞ്ഞ ഈ വാക്കുകൾ നാം ധ്യാനിക്കുമ്പോൾ എത്രയോ പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു കാർലോ അക്വിറ്റസിൻ്റേത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. യുവതലമുറയിലെ ഒരു വിശുദ്ധൻ. ആധുനിക മാധ്യമ സുവിശേഷവൽക്കരണത്തിന് ഉത്തമ ഉദാഹരണം. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം, അതിൻ്റെ അഡിക്ഷൻ, ഇവ കുട്ടികളെയും യുവജനങ്ങളെയും വിശ്വാസ വഴിയിൽ നിന്ന് അകറ്റുമ്പോൾ കാർലോ അക്വിറ്റസ് അവരോട് പറയും, മകനെ, മകളെ, ഭയപ്പെടരുത്. ക്രിസ്തുവിലേക്കുള്ള ദൂരം, അവൻ്റെ ഹൃദയത്തിലേക്കുള്ള ദൂരം നിന്റെ തീരുമാനമാണ്. ഇറ്റലിയിലെ അസീസി ഗ്രാമം 3 പ്രധാന വിശുദ്ധരുടെ കബറിടം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പുണ്യസ്ഥലം. എളിമയുടെ മാതൃകയായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും സുവിശേഷ സൗഹൃദത്തിൻ്റെ ഉദാഹരണമായി ക്ലാര പുണ്യവതിയും ആധുനിക മാധ്യമ കാലഘട്ടത്തിലെ വിശുദ്ധൻ കാർലോ അക്വിറ്റസും നമുക്ക് വലിയ പ്രചോദനമാകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ച പരിപാവനമായ പുണ്യ സ്ഥലത്തിലാണ് നാം ആയിരിക്കുന്നത്. വിശുദ്ധ കാർലോ അക്വിറ്റസിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്നു. കാർലോ അക്വിറ്റസ് രൂപപ്പെടുത്തിയ ഇന്റർനെറ്റിലെ ദിവ്യകാരുണ്യ അത്ഭുതവും പരിശുദ്ധ മറിയത്തിന്റെ വെളിപ്പെടുത്തലുകളും അത് ഔദ്യോഗികമായി റോമിലെ ചാൾസ് ബൊറോമിയോ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2006 ഒക്ടോബർ 4 ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായിരുന്നു. രോഗബാധിതനായി കാർലോ അക്വിറ്റസ് ആശുപത്രിയിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. 2006 ഒക്ടോബർ 12
കാർലോ അക്വിറ്റിസ് ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയത്. ഇവിടെ ഫ്രാൻസിസ് അസീസിയുടെ ഈ ദേവാലയത്തിലും ജനിച്ച സ്ഥലത്തുമൊക്കെ ആയിരിക്കുമ്പോഴും കാർലോ അക്വിറ്റിസിനോടുള്ള അവർ തമ്മിലുള്ള സ്നേഹവും ആദരവും ഒരുപക്ഷെ ഹൃദയത്തിൽ ഏവരുടെയും മനസ്സിൽ പ്രാർത്ഥനയായി തീരും. തിരുവചനത്തോടും വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങളോടുമൊപ്പം ആധുനിക കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറും മൊബൈലും ശാസ്ത്ര സാങ്കേതിക വളർച്ചയും വിശ്വാസ പ്രഘോഷണത്തിനും അതിൻ്റെ പ്രചാരണത്തിനും ഉപകരിക്കട്ടെ. വിശുദ്ധ കാർലോ അക്വിറ്റിസിനോടുള്ള പ്രാർത്ഥന. ദിവികാരുണ്യ ഈശോയോടും പരിശുദ്ധ മറിയത്തോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞ വിശുദ്ധ കാർലോ അക്വിറ്റിസെ, ഞങ്ങളുടെ ഈ ലോക ജീവിതം ദൈവമഹത്വത്തിനായി മാറ്റിവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ജീവിതത്തിൽ വിശുദ്ധരോടും കാവൽ മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും കാത്തു സൂക്ഷിച്ച സ്നേഹവും ഭക്തിയും ഞങ്ങളിലും പ്രകടമാകട്ടെ. തിരുസഭയോട് ചേർന്ന് വിശ്വാസ ജീവിതത്തിലും തിരുസഭയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥതയോട് പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് മാർഗദർശിയാകണമേ. വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, പ്രത്യേകിച്ചും യുവജനങ്ങൾ, ഞങ്ങളുടെ ജീവിത സാക്ഷ്യം വഴി ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരികെ എത്തിച്ചേരുവാൻ അങ്ങയുടെ മാധ്യസ്ഥം അവർക്ക് തുണയാകട്ടെ. ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന മൊബൈലും കമ്പ്യൂട്ടറും മറ്റു മാധ്യമ ഉപാധികളും സുവിശേഷം പകർന്നു നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുവാനുള്ള വിവേചന ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇവയ്ക്ക് അടിമയായവർക്ക് ശരിയായ ദിശാബോധം നൽകി അടിമത്തത്തിൽ നിന്ന് അവരെ അകറ്റി സംരക്ഷിക്കണമേ. വിശുദ്ധ കാർലോ അക്വിറ്റിസെ, ജീവിത സഹനങ്ങളെയും രോഗങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാനും ഈ ലോക ജീവിതത്തിൻ്റെ സന്തോഷത്തേക്കാൾ സ്വർഗീയ ആനന്ദം ലക്ഷ്യമാക്കി ഓരോ ദിവസവും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.